എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്റെ ആളുകളെ രക്ഷിക്കാൻ തോർസ് ആസ്ഗ്രാഡിന്റെ ഒരു കൂട്ടം ആളുകളെ ഒറ്റയ്ക്ക് നേരിടുന്നു. ഇത് കണ്ട ആസ്ഗ്രാഡ് ഇംപ്രസ് ആകുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ബ്യോണിനോട് അവരുടെ ആളുകൾ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ബട്ട് ബ്യോൺ ആകട്ടെ വളരെ ദേഷ്യത്തിൽ അലറുന്നു. എന്നിട്ട് സ്വന്തം ആളുകളെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെയുള്ള ആളുകൾ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇങ്ങനെ ബ്യോൺ ഒരു കൺട്രോളും ഇല്ലാതെ പെരുമാറുന്നത് കണ്ട തോർസ് ബ്യോൺ ബേഴ്സേക്കർ മഷ്റൂം കഴിച്ചതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുന്നു. പെട്ടെന്ന് ബ്യോൺ തോർസിനെ ശ്രദ്ധിക്കുകയും ആക്രമിക്കാൻ അവന് നേരെ വരികയും ചെയ്യുന്നു. വലതു കണ്ണിൽ ഒരു പഞ്ച് ഉപയോഗിച്ച് ബ്യോണിന്റെ അറ്റാക്കിനെ തോർസ് അതിവേഗം നേരിടുന്നു. തന്റെ വേദനയെ അവഗണിച്ച് ബ്യോൺ ഒരിക്കൽ കൂടി തോർസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും തോർസ് ഒരു പഞ്ച് ബ്യോണിന്റെ താടിക്കെട്ട് കൊടുക്കുന്നു. അതോടുകൂടി ബ്യോൺ നിലത്ത് വീഴുന്നു. തോർസിന്റെ പവർ കണ്ട് ആസ്ഗ്രാഡിന്റെ ആളുകൾ അമ്പരന്ന് പോകുന്നു. തോർസ് തന്റെ ശ്രദ്ധ ആസ്ഗ്രാഡിന്റെ കപ്പലിലേക്ക് തിരിയുന്നു. എന്നിരുന്നാലും പരിക്കേറ്റ ബ്യോൺ അവരുടെ ഫൈറ്റ് തുടരാൻ ഒരിക്കൽ കൂടി എഴുന്നേറ്റ് വരുന്നു. അതേസമയം ആസ്ഗ്രാഡും അദ്ദേഹത്തിന്റെ ആളുകളും തോർസിന്റെയും ലീഫിന്റെയും കപ്പലുകൾക്ക് സമീപിക്കുന്നു. ഇത് കണ്ട ആളുകൾ ടെൻഷനാകുന്നു. ഇത് കണ്ട് ആരി ഇവരുടെ അടിമകളായി ജീവിക്കുന്നത് നല്ലത് ഇവിടെ മരിക്കുന്നതാണ്. ഇതേസമയം ആസ്ഗ്രാഡ് ആൺകുട്ടികളെ എല്ലാവരെയും സേഫായി പിടികൂടാൻ ആവശ്യപ്പെടുന്നു. കാരണം പരിക്കുകൾ ഉണ്ടെങ്കിൽ ചന്തയിൽ അവരെ വിൽക്കാൻ പ്രയാസമാകുമെന്ന് ആസ്ഗ്രാഡ് പറയുന്നു. ആസ്ഗ്രാഡിന്റെ ആളുകൾ 2 മരപ്പലകകൾ ഉപയോഗിച്ച് തോർസിന്റെ ബോട്ടിലേക്ക് കടന്ന് ആൺകുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അപ്പോൾ അവിടെ എയറിൽ നിന്ന് ബ്യോൺ അതിലൊരു പലകയിൽ വീണ് ആ പലക തകർക്കുകയും ചെയ്യുന്നു. ശേഷം തോർസ് തന്റെ കപ്പലിൽ വേഗത്തിൽ വരുന്നു. തോർസ് പെട്ടെന്ന് തന്റെ വാൾ ഊരി മറ്റേ പലക നശിപ്പിക്കുകയും ആസ്ഗ്രാഡിന്റെ ചില ആളുകൾ വെള്ളത്തിൽ വീഴുകയും ചെയ്യുന്നു. തോർസ് ആസ്ഗ്രാഡിനോട് പറയുന്നു തങ്ങൾക്ക് പകുതിയോളം ശക്തി നഷ്ടപ്പെട്ടുവെന്നും തന്നെയും സുഹൃത്തുക്കളെയും വെറുതെ വിട്ടാൽ ജീവൻ രക്ഷിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ബട്ട് ഇതൊക്കെ കേട്ട് ആസ്ഗ്രാഡ് ചിരിക്കുന്നു. ആസ്ഗ്രാഡിന്റെ ആളുകൾ ബ്യോണിനെ വെള്ളത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കുമ്പോൾ തോർസ് അവരോട് അവനെ തോൽപ്പിക്കാൻ കഴിയാത്തതിനാൽ അവിടെ നിന്ന് പോകാൻ കൽപ്പിക്കുന്നു. ഇതേസമയം മുകളിൽ നിന്ന് ആസ്ഗ്രാഡിന്റെ ആളുകൾ തോർസിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നു. അയാളുടെ ഗ്രൂപ്പിലെ വ്യക്തി അവനെ തടഞ്ഞു നിർത്തി ആസ്ഗ്രാഡ് സിഗ്നൽ തരുന്നതുവരെ തോർസിനെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. 2 യുദ്ധക്കപ്പലുകളെ ഒറ്റയ്ക്ക് നേരിടാൻ തോർസിന് ആത്മവിശ്വാസമുണ്ടെന്ന് ലീഫ് പറയുന്നു. തങ്ങളും യുദ്ധം ചെയ്യണമെന്ന് ലീഫിന്റെ ആളുകളിൽ ഒരാൾ പറയുന്നു. എന്നാൽ ഈ അവസരത്തിൽ തോർസിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ എന്നതിനാൽ തോർസിനെ ആശ്രയിക്കുക എന്നത് മാത്രമാണ് അവർക്കുള്ള ഏക പോംവഴി എന്ന് ലീഫ് പറയുന്നു. എന്നിരുന്നാലും ഈ പൈററ്റ്സ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഓടിപ്പോകുന്ന തരത്തിലുള്ള ആളുകളല്ലെന്ന് തോർസ് പെട്ടെന്ന് മനസ്സിലാക്കുന്നു. പാറക്കെട്ടിലെ ആളുകൾ അവരുടെ അമ്പുകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും ആസ്ഗ്രാഡിന്റെ കപ്പലിൽ ഏകദേശം 30ഓളം പേരുണ്ടെന്നും തോർസ് മനസ്സിലാക്കുന്നു. 30 പേരെ തനിയെ കൊല്ലാൻ കഴിയുമെന്ന് തോർസ് സ്വയം പറയുന്നു. എന്നാൽ അവരുടെ കപ്പലുകൾ വളരെ അടുത്തായതിനാൽ പൈററ്റ്സ് തന്റെ കപ്പലിലേക്ക് ചാടാനും ആൺകുട്ടികളെ ആക്രമിക്കാനും സാധ്യതയുണ്ടെന്നും തോർസ് പറയുന്നു. തോർസ് ആസ്ഗ്രാഡിനെ നോക്കി നീയാണോ ഇവരുടെ ക്യാപ്റ്റൻ? ഓഡിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ഒരു ഡുവലിന് ക്ഷണിക്കുന്നു. ഈ ഫൈറ്റിൽ നീ വിജയിച്ചാൽ നിനക്ക് ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ബട്ട് ഈ ഡ്യുവലിന് സമ്മതമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളെ എല്ലാവരും നഷ്ടപ്പെടും. ഇത് കേട്ട ആസ്ഗ്രാഡ് ചോദിക്കുന്നത് ഞാനിവിടെ ക്യാപ്റ്റൻ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് തൻ്റെ സ്മെല്ല് കാരണമാണെന്ന് തോർസ് പറയുന്നു. ഇത് കേട്ട ആസ്ഗ്രാഡ് ചിരിച്ചുകൊണ്ട് തോർസിന്റെ ക്ഷണം സ്വീകരിക്കുന്നു. തോർസ് ആൺകുട്ടികളോട് കപ്പലിന്റെ അറ്റത്ത് നിൽക്കാൻ കൽപ്പിക്കുന്നു. ആസ്ഗ്രാഡ് തോർസിന്റെ കപ്പലിലേക്ക് ചാടി എനിക്കും ഇതേ സ്മെല്ല് തന്നെയാണ് ഫീൽ ചെയ്തത്. നമുക്ക് 2 പേർക്കും സെയിം സ്മെല്ലാണ്. യോംസ് വൈക്കിങ്സിന്റെ ഹീറോ. ഇത് കേട്ട തോർസ് ഇയാൾക്ക് താൻ ആരാണെന്നറിയാം. നിന്നെ ഫ്ലോക്കിയാണോ അയച്ചത്? കറക്റ്റ്, നിനക്ക് പെട്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ തോർഫിൻ പിതാവ് തന്നെ പോലെ ഒരു മോശ വ്യക്തിയല്ലെന്നും താൻ വെറും ഒരു പൈലറ്റ് ആണെന്നും ദേഷ്യത്തോടെ ആസ്ഗ്രാഡിനോട് പറയുന്നു. ഇത് കണ്ട് തോർസ് അവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. എന്നിരുന്നാലും തോർഫിൻ തന്റെ കോപം തുടരുകയും തന്റെ പിതാവ് ശക്തനാണെന്നും അവനെ കൊല്ലുമെന്നും ആസ്ഗ്രാഡിനോട് പറയുന്നു. ആസ്ഗ്രാഡ് തമാശയായി തന്റെ മകൻ ധൈര്യമുണ്ടെന്ന് തോർസിനോട് പറയുന്നു. മാഗ്നി തോർഫിനെ അവിടെ നിന്ന് കൊണ്ടുപോയി അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. തനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ടോ എന്ന് തോർസ് ആസ്ഗ്രാഡിനോട് ചോദിക്കുന്നു. പക്ഷേ ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകുന്നു. എന്നാൽ ശരി, യുദ്ധം ആരംഭിക്കാം. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കുന്നു. തോർസ് പതിയെ ആസ്ഗ്രാഡിന്റെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ട ആസ്ഗ്രാഡ് അവൻ തങ്ങൾക്കിടയിലുള്ള ദൂരം കുറക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കിയ ആസ്ഗ്രാഡ് അവിടെയുള്ള ഒരു കയർ വെട്ടുന്നു. ഇങ്ങനെ കയർ വെട്ടിയതും അവിടെയുള്ള മരം താഴേക്ക് വീകുന്നു. ഇങ്ങനെ ആ മരം വീകുമ്പോൾ ഒരു സെക്കൻഡിനുള്ളിൽ ആസ്ഗ്രാഡ് വേഗത്തിൽ കപ്പലിനടിയിലേക്ക് നീങ്ങുകയും തോർസിനെ നേരെ തൻ്റെ ബ്ലേഡ് വീശുകയും ചെയ്യുന്നു. ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന തോർസിനെ അത്ഭുതപ്പെടുത്തുന്നു. തോർസിന്റെ നെഞ്ചിൽ ഒരു മുറിവുണ്ടാക്കാൻ ആസ്ഗ്രാഡിന് സാധിക്കുന്നു. എന്നിരുന്നാലും അത് വളരെ ആയം കുറഞ്ഞതാണ്. പക്ഷേ തോർസ് പെട്ടെന്ന് തന്നെ ആസ്ഗ്രാഡിനെ ചവിട്ടാൻ ശ്രമിക്കുന്നു. ബട്ട് അതിൽ നിന്ന് ആസ്ഗ്രാഡ് ഒഴിഞ്ഞു മാറുന്നു. ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ ആസ്ഗ്രാഡ് തോർസിന് ഒരു മുറിവുണ്ടായിട്ടും ഇത്ര പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ സാധിക്കും എന്നത് ആസ്ഗ്രാഡിനെ അമ്പരിപ്പിക്കുന്നു. ഇനി ഇങ്ങനത്തെ അറ്റാക്ക് ഉപയോഗിച്ച് തോർസിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല.
എന്ന് ആസ്ഗ്രാഡ് പറയുന്നു. തോർസിനെ പോലെ ശക്തനായ ഒരു യോദ്ധാവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഫാറോ ഐലൻഡിൽ വന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് ആസ്ഗ്രാഡ് പറയുന്നു. തോർസ് തന്റെ കയ്യിലെ രക്തത്തിലേക്ക് നോക്കുകയും ആസ്ഗ്രാഡിന്റെ ശക്തിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അത് കേട്ടതിൽ സന്തോഷമുണ്ടെന്ന് ആസ്ഗ്രാഡ് പറയുന്നു. തോർസ് അതിവേഗം ആസ്ഗ്രാഡിനെ ലക്ഷ്യമാക്കി കുതിക്കുകയും വാൾ ഉപയോഗിച്ച് അവനെ കീഴടക്കുകയും ചെയ്യുന്നു. തോർസിന്റെ പവർഫുള്ളായ അറ്റാക്സ് കാരണം ആസ്ഗ്രാഡിന് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് ശ്രദ്ധിച്ച ആരി തോർസിന് വിജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇതേസമയം ആസ്ഗ്രാഡിന്റെ ആളുകൾ ആസ്ഗ്രാഡ് ഈ ഫൈറ്റിൽ തോക്കുമോ എന്ന ഭയത്തിലാണ് ഉള്ളത്. ഇതൊക്കെ കണ്ട് തോർഫിൻ ആവേശത്തോടെ അച്ഛനോട് ആസ്ഗ്രാഡിനെ കൊല്ലാൻ പറയുന്നു. ശേഷം തോർസിന്റെ ശക്തമായ അറ്റാക്സ് കാരണം തന്റെ വാൾ ചിന്നിച്ചിതറിയതായി ആസ്ഗ്രാഡ് ശ്രദ്ധിക്കുന്നു. അത് ഉടൻ തകരുമെന്ന് മനസ്സിലാക്കുന്നു. തോർസിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം തോർസിന്റെ വാളും ഇതേ അവസ്ഥയിലാണെന്ന് ആസ്ഗ്രാഡ് മനസ്സിലാക്കുന്നു. പെട്ടെന്നുള്ള അറ്റാക്കിൽ തന്റെ ആർമർ ഉപയോഗിച്ച് ആസ്ഗ്രാഡിന് തോർസിന്റെ വാള് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് എൻ്റെ അവസരമെന്ന് പറഞ്ഞ് ആസ്ഗ്രാഡ് തോർസിനെ കൊല്ലാൻ പോകുന്നു. എന്നിരുന്നാലും തോർസ് ആസ്ഗ്രാഡിന്റെ കയ്യിൽ തട്ടി അവന്റെ വാള് വീകുന്നു. തോർസ് അവന്റെ വാളെടുത്ത് ആസ്ഗ്രാഡിന്റെ കഴുത്തിൽ വെക്കുന്നു. ഇത് കണ്ട ആസ്ഗ്രാഡ്, ഇതൊക്കെ അവന്റെ പ്ലാനായിരുന്നു, ഞാൻ തോർസിന്റെ ട്രാപ്പിൽ അകപ്പെട്ടു. ഇത് കണ്ട തോർഫിൻ മറ്റാളുകളും തോർസിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നു. ഇങ്ങനെയിരിക്കെ ആസ്ഗ്രാഡ് എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാത്തതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട തോർസ്, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ പരാജയം സമ്മതിച്ചാൽ മതി എന്ന് പറയുന്നു. ആസ്ഗ്രാഡ് തന്റെ ജോലിക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, താൻ അവരുടെ നേതാവാണ്, അവരുടെ സാന്നിധ്യത്തിൽ താൻ പരാജയം സമ്മതിക്കില്ല. തോർസ് തന്നെ കൊന്നില്ലെങ്കിൽ ഈ ഫൈറ്റ് ഒരിക്കലും അവസാനിക്കില്ലെന്ന് ആസ്ഗ്രാഡ് പറയുന്നു. ഇതേസമയം ആസ്ഗ്രാഡിന്റെ ഷിപ്പിൽ പരിക്കേറ്റ ബ്യോൺ ഉണരുന്നു. തങ്ങളുടെ നേതാവ് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടതിൽ ആസ്ഗ്രാഡിന്റെ ആളുകൾ എല്ലാവരും ഷോക്കിലാണ് ഉള്ളത്. താൻ വാഗ്ദാനം ചെയ്തതുപോലെ കീഴടങ്ങാനും സൈന്യത്തെ പിൻവലിക്കാനും തോർസ് ആസ്ഗ്രാഡിനോട് ഒരിക്കൽ കൂടി പറയുന്നു. ആസ്ഗ്രാഡ് തോർസിന്റെ ശക്തിയെ അഭിനന്ദിക്കുകയും എന്തിനാണ് ഇത്രയും ശക്തനായ ഒരു യോദ്ധാവ് 15 വർഷം ഐസ്ലാൻഡിൽ ഒളിവിൽ കഴിഞ്ഞത്, എന്തിനാണ് സ്വന്തം കഴിവ് വേസ്റ്റ് ചെയ്യുന്നത്, ഒരു യഥാർത്ഥ പോരാളിക്ക് വാളിന്റെ ആവശ്യമില്ലെന്ന് തോർസ് ആസ്ഗ്രാഡിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ആസ്ഗ്രാഡ് തോർസിനോട് തന്റെ കടൽക്കൊള്ളക്കാരുടെ സംഘത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നു. ഇങ്ങനെ എല്ലാവരും ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആസ്ഗ്രാഡ്, ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറയുന്നു. ഇത് കേട്ട ബ്യോൺ, ഇത് തമാശ പറയാനുള്ള സമയമല്ല എന്ന് പറയുകയും തോർസിന്റെ കപ്പലിലേക്ക് ചാടുകയും ചെയ്യുന്നു. ബ്യോൺ പെട്ടെന്ന് തന്നെ തോർഫിനെ പിടിച്ച് അവന് നേരെ കത്തി വെക്കുന്നു. തോർസ് തന്റെ ആയുധം താഴെ ഇട്ടില്ലെങ്കിൽ സ്വന്തം കത്തി ഉപയോഗിച്ച് തല വെട്ടുമെന്നും പറയുന്നു. ഇതൊക്കെ കണ്ട് തോർസ് ആസ്ഗ്രാഡിനോട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു. ബട്ട് ആസ്ഗ്രാഡ് ചിരിച്ചുകൊണ്ട്, നീ ശരിക്കും വിചാരിച്ചോ ഞങ്ങൾ റൂൾസ് ഫോളോ ചെയ്യുമെന്ന്? ഞാൻ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി മാത്രമാണ് നിന്നോട് ഫൈറ്റ് ചെയ്തത്. നീ ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്തു. ഇതൊക്കെ കേട്ട് തോർസ് ടെൻഷനായി തന്റെ വാൾ ആസ്ഗ്രാഡിന്റെ കഴുത്തിന് നേരെ നീട്ടുന്നു. ആസ്ഗ്രാഡ്, നീയും നിന്റെ ആളുകളും ഡുവലിന്റെ നിയമം തെറ്റിച്ചു. ഞാനാണ് ഈ ഫൈറ്റിൽ വിജയിച്ചത്. ഓ, ബട്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാനിവിടെ വന്നത് നിന്റെ ജീവന് വേണ്ടിയാണ്. ഇത് കേട്ട തോർസ്, അതെനിക്കറിയാം എന്ന് പറഞ്ഞ് തന്റെ വാൾ വലിച്ചെറിയുന്നു. ശേഷം ആസ്ഗ്രാഡ് ഈ ഫൈറ്റിൽ വിജയിച്ചത് തോർസ് എന്ന് പറഞ്ഞ് തന്റെ കൈ ഉയർത്തിയതും മുകളിലെ ആളുകൾ തോർസിന് നേരെ അമ്പെയ്യുന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അമ്പുകൾ തോർസിന്റെ ശരീരത്തിൽ തറയ്ക്കുന്നു. പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും തോർസ് ശാന്തമായി ആസ്ഗ്രാഡിനോട് ഒരു യോദ്ധാവെന്ന നിലയിൽ തന്റെ വാക്ക് പാലിക്കാൻ പറയുന്നു. ഇത് കേട്ട ആസ്ഗ്രാഡ് തന്റെ പൂർവികന്റെ പേരിൽ അവനും അവന്റെ ആളുകളും പിൻവാങ്ങുമെന്ന് സമ്മതിക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. ശേഷം തോർസ് ലൈഫിനോട് തന്റെ തല യോംസ് വൈക്കിങ്സിന്റെ തലവനായ ചീഫ് സിഗ്വാൾഡിയുടെ അടുത്തേക്ക് എത്തിക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം താൻ വീണ്ടും യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചാൽ അത് നമ്മുടെ ഗ്രാമത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ലൈഫ് അവിടെ നിന്ന് കരയുന്നു. ആരിയും കൂട്ടുകാരും നിരാശയോടെ കരയുന്നു. തോർസ് ബ്യോണിലേക്ക് തിരിയുന്നു. അവർ ആഗ്രഹിച്ചതുപോലെ അവൻ അവർക്ക് തന്റെ ജീവിതം നൽകിയെന്ന് പറയുന്നു. കൂടാതെ തോർഫിനെ മോചിപ്പിക്കാൻ അവനോട് പറയുന്നു. ഭയപ്പെട്ട് ബ്യോൺ അഭ്യർത്ഥന മാനിക്കുകയും തോർഫിനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. തോർസ് പുഞ്ചിരിക്കുകയും മകനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. തോർസ് മരണപ്പെട്ട കണ്ട ആരി തന്റെ വാളുകൊണ്ട് പ്രതികാരമായി ആസ്ഗ്രാഡിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും ആസ്ഗ്രാഡ് ആരിയുടെ ആക്രമണത്തിൽ നിന്ന് അനായാസം രക്ഷപ്പെടുകയും അവനെ ഒരൊറ്റ പഞ്ചിൽ നോക്കൌട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആസ്ഗ്രാഡ് ആരിയെ അപമാനിക്കുകയും തനിക്ക് ജീവിക്കാൻ വേണ്ടി തോർസ് സ്വയം ബലിയർപ്പിച്ചതിനാൽ നന്ദിയുള്ളവനായിരിക്കാൻ പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പോൾ തോർഫിൻ തന്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഒരു കപ്പലിനടിയിൽ പിതാവിന്റെ മരണത്തിൽ കരയുന്നതായി തോർഫിനെ കാണിക്കുന്നു. ഒരു യോദ്ധാവിന് വാൾ ആവശ്യമില്ലെന്ന് പിതാവ് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും അയാൾ മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നും ആസ്ഗ്രാഡ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും തോർഫിൻ സ്വയം പറയുന്നു. ശേഷം രാത്രിയിൽ തോർസിന്റെ യുദ്ധക്കപ്പലുമായി ആസ്ഗ്രാഡും സംഘവും യാത്ര ചെയ്യുന്നു. തോർസ് ഇല്ലാത്ത കപ്പൽ കയറാൻ കഴിയാത്തതിനാൽ ലീഫും മറ്റുള്ളവരും അത് ഉപേക്ഷിച്ചുവെന്നും ടോർഗ്രീൻ എന്ന വ്യക്തി പറയുന്നു. അപ്രതീക്ഷിതമായി തോർഫിൻ തന്റെ പിതാവിന്റെ കപ്പലിൽ പ്രത്യക്ഷപ്പെടുന്നു.
ഇതേസമയം ആസ്ഗാർഡ് തൻ്റെ 28 ആളുകൾക്ക് തോർസിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ആസ്ഗാർഡ് ഓർക്കുന്നു. പെട്ടെന്ന് ആസ്ഗാർഡിനോട് അവൻ്റെ ആളുകൾ അങ്ങോട്ട് വരാൻ പറയുന്നു. ടോർഗ്രീം ആസ്ഗാർഡിനോട് തോർസിൻ്റെ മകൻ കപ്പലിൽ ഒളിച്ചിരുന്നതായി പറയുന്നു. ആസ്ഗാർഡിൻ്റെ ആളുകൾ തോർവിനെ പരിഹസിക്കാനും ചിരിക്കാനും തുടങ്ങുന്നു. ബട്ട് തോർവിനാകട്ടെ തൻ്റെ പിതാവിനെ കൊന്നതിന് ദേഷ്യത്തോടെ ആസ്ഗാർഡിനെ നോക്കുകയും അവനെ കൊന്ന് പ്രതികാരം ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു. തോർവിൻ വെറും ഒരു ആൺകുട്ടിയാണെന്ന് ആറ്റ്ലി പറയുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ ഭാവം വളരെ ഷോക്കിംഗ് ആണെന്നും പറയുന്നു. ടോർഗ്രീം ആസ്ഗാർഡിനോട് അവനെ കടലിൽ എറിയണോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആസ്ഗാർഡ് വേണ്ട എന്ന് പറയുകയും തോർവിൻ ഉടൻ തന്നെ മരിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. തോർവിൻ കരഞ്ഞുകൊണ്ട് തോർസിനെ വിളിക്കുന്നു. അങ്ങനെ ഇതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.